എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 6-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് പെൻഷൻ വിതരണം അക്കൗണ്ടുകളിലേക്ക് 30-ാം തീയതി എത്തിയിരുന്നു. കയ്യിൽ പെൻഷൻ വിതരണം കാത്തിരിക്കുന്ന ആളുകൾക്ക് സംസ്ഥാനത്തെ ട്രഷറി മുഖാന്തരം പണം സർവീസ് സഹകരണങ്ങളിലേക്ക് മാറിക്കിട്ടാനെടുത്ത കാലതാമസം കൊണ്ടാണ് ഇത്രയും താമസിച്ചത്. ചുരുക്കം ചില സ്ഥലങ്ങളിൽ ട്രഷറിയിൽ നിന്നും പണം ലഭിക്കാത്തതിനെ തുടർന്ന് ഇപ്പോഴും വിതരണം ആരംഭിച്ചിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് തിങ്കളാഴ്ചയായിരിക്കും ആ ഒരു തുക എത്തിച്ചേരുക. തിങ്കളാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ട് ആ ഒരു തുക അവർ പ്രതീക്ഷിച്ചാൽ മതി. ചൊവ്വാഴ്ചയാണ് സംസ്ഥാനത്ത് നിയമസഭാ ഇലക്ഷൻ്റെ കൊട്ടിക്കലാശം വരുന്നത്. ബുധനാഴ്ച നിശബ്ദ പ്രചരണവും വ്യാഴാഴ്ച വോട്ടെടുപ്പുമാണ്. അപ്പോൾ അതിനു മുമ്പ് എല്ലാവർക്കും പെൻഷൻ തുക എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 4000 രൂപയാണ് ഇലക്ഷനോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാർച്ച് മാസത്തെ പെൻഷൻ മനഃപൂർവ്വം ഇത് ഒരുമിച്ച് നൽകാൻ വേണ്ടി വൈകിക്കുകയായിരുന്നു. ഇത് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വലിയ പ്രയാസമാണ് ഉണ്ടാക്കിയത്. ഇതുമൂലം ജീവിക്കുന്ന നിരവധി പേരുണ്ട്. പറ്റുകടകളിൽ പറ്റ് അടയ്ക്കാനും മരുന്ന് വാങ്ങാനും ഈ ഒരു സഹായം ആശ്രയിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഈ ഒരു ഇലക്ഷൻ ഗിമ്മിക്ക് കാരണം വലിയ പ്രയാസം നേരിട്ടു എന്നുള്ളത് വാസ്തവവുമാണ്. ആ 25-ാം തീയതി വിതരണം ചെയ്യും എന്ന് പറഞ്ഞ മാർച്ച് മാസത്തേതെങ്കിലും വിതരണം അന്ന് നടന്നിരിക്കുകയാണ് എങ്കിൽ 4000 രൂപ ഒരുമിച്ച് കിട്ടിയില്ല എങ്കിൽ പോലും അത് അവർക്ക് വലിയ ആശ്വാസമായേനെ. ഇതല്ലാതെ മറ്റു വരുമാനങ്ങളില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകളാണ് സംസ്ഥാനത്തുള്ളത്. 18 മാസത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരുമിച്ച് നൽകും എന്ന് പറഞ്ഞ് അത് ഇതുവരെ സംസ്ഥാന സർക്കാരിന് നൽകാനായിട്ടില്ല. 6 മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അവർക്ക് പെൻഷൻ 1600 തന്നെയാണ് ലഭിക്കുന്നത്. 400 രൂപ അവർക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. 2000 രൂപ എല്ലാവർക്കും പെൻഷൻ ലഭിക്കുമ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് 1600-ൽ അത് ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളത് സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ അവർക്ക് ലഭിക്കാനുള്ള 30,000 രൂപയോളം ഉള്ളതിൽ വെറും 9,600 രൂപ മാത്രമാണ് ഈ ഒരു സമയത്ത് ലഭിച്ചത്. അത് തന്നെ ചില ആളുകൾക്ക് 3 മാസത്തെ 4 മാസത്തെ എന്നിങ്ങനെയൊക്കെയാണ് ഇപ്പോഴും എത്തിച്ചേർന്നിട്ടുള്ളത്. ബാക്കി തുക എന്ന് നൽകും എന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് പോലും വ്യക്തത ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ അതിൽ നിന്നും മാറുമോ എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ 10 വർഷം മുമ്പ് സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ലാഭമുണ്ടായിരുന്ന ബോർഡായിരുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ്. ആയിരക്കണക്കിന് കോടി രൂപ ഇതിൽ ബാലൻസ് ഉണ്ടായിരുന്നു. അതാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയത്. പെൻഷൻ മാത്രമല്ല, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്കുള്ള ആനുകൂല്യങ്ങളും മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇനി പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ പൈപ്പ് വഴി പാചകവാതകം വിതരണം തുടങ്ങിയിട്ടുണ്ട്. രാജ്യത്താകെ പൈപ്പ് വഴി പ്രകൃതിവാതകം കണക്ഷനിലൂടെ ലഭിക്കുന്ന ആളുകൾക്ക് ഇനി LPG കിട്ടില്ല എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഉത്തരവ് ഭേദഗതി ചെയ്ത് പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. പൈപ്പ് വഴിയുള്ള ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് LPG സിലിണ്ടറുകൾ സറണ്ടർ ചെയ്യണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇത്തരക്കാർക്ക് LPG നൽകുന്നത് നിരോധിത പ്രവർത്തനമായി കണക്കാക്കും. ഇരട്ട കണക്ഷനുകൾ ഒഴിവാക്കുന്നതിനുള്ള നടപടിയാണിത്. അതേ സംസ്ഥാനത്ത് ഫെബ്രുവരി മാസം മുതൽ വിതരണം ആരംഭിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷന്റെ 3ാമത്തെ ഗഡുവായിട്ടുള്ള വിതരണമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വിതരണം ചെയ്തിരുന്നു. കഴിഞ്ഞ തവണ ആദ്യം ലഭിക്കാത്ത ആളുകൾക്ക് 2000 രൂപയും ആദ്യം ലഭിച്ച ആളുകൾക്ക് 1000 രൂപയുമാണ് മാർച്ച് മാസത്തിൽ വിതരണം ചെയ്തത് എങ്കിൽ 3ാം ഗഡു എല്ലാവർക്കും ഒരുമിച്ചായിരിക്കും വിതരണം ചെയ്യുക. 1000 രൂപയാണ് ലഭിക്കുക. ചില ആളുകൾക്ക് കഴിഞ്ഞ തവണ മുടങ്ങിപ്പോയിരുന്നു. അതായത് 1ാം ഗഡു ലഭിക്കുകയും 2ാമത്തെ മാർച്ച് മാസത്തേത് കിട്ടാതിരിക്കുകയും ചെയ്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അടുത്ത തവണ 2000 രൂപ ലഭിച്ചേക്കാം എന്നുള്ളതാണ് വിവരം. ഇനി എന്നാണ് തുക വിതരണം ഉണ്ടാകുക എന്നുള്ളത് പല ആളുകളുടെയും ചോദ്യമാണ്. 9-ാം തീയതിയാണല്ലോ നിയമസഭാ ഇലക്ഷൻ നടക്കുന്നത്. അതിനു മുമ്പ് തുക എത്തിയേക്കാനുള്ള സാധ്യതയുണ്ട്. ഇല്ല എങ്കിൽ അടുത്ത ആഴ്ച എന്തായാലും ആ തുക വിതരണം ഉണ്ടാകും. കൂടുതൽ സാധ്യത തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ അക്കൗണ്ടുകളിലേക്ക് പണം എത്താനാണ്. അപ്പോൾ അത് നമുക്ക് കാത്തിരിക്കാം. ഇല്ല എങ്കിൽ ഈ മാസം സാധാരണത്തെ പോലെ 10-ന് ശേഷമുള്ള വിതരണം ഉണ്ടാകും. മെയ് മാസത്തിലും അത് കൃത്യമായിട്ട് തന്നെ വിതരണം ഉണ്ടാകും. മാർച്ച് ഏപ്രിൽ മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും സ്ത്രീ സുരക്ഷാ പെൻഷനൊക്കെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി മുൻകൂർ ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തുക വിതരണവും
ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിരവധി അപേക്ഷകൾ റിജക്റ്റ് ആയിട്ടുണ്ട് വീണ്ടും എന്നുള്ളതാണ്. 32 ലക്ഷത്തോളം ആളുകൾക്കാണ് ഇതിന് അർഹതയുള്ളത്. BPL വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ 32 ലക്ഷം സ്ത്രീകളാണ് സംസ്ഥാനത്തുള്ളത്. 35 മുതൽ 60 വയസ്സ് വരെയുള്ളവർ. അവരിൽ ഇതുവരെ 18 ലക്ഷത്തോളം അപേക്ഷകളാണ് നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകൾ അപേക്ഷ നൽകിയിട്ടില്ല. അപ്പോൾ അപേക്ഷ നൽകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, അപേക്ഷ നൽകുമ്പോൾ പേരിലോ വിലാസത്തിലോ 2-3 രേഖകൾ നമ്മൾ നൽകുമ്പോൾ അതിൽ വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ അതെല്ലാം കൃത്യമാക്കുക, കറക്റ്റാക്കുക. ഇല്ല എങ്കിൽ 1 സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും സംഘടിപ്പിച്ച് അതുകൂടി അപേക്ഷയോടൊപ്പം നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ റിജക്റ്റ് ആവുകയില്ല, തുക കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ അപേക്ഷിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കുക. BPL റേഷൻ കാർഡാണ്, മറ്റ് സർക്കാർ ക്ഷേമ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത സ്ത്രീകളാണ് എങ്കിൽ 35 മുതൽ 60 വയസ്സ് വരെയുള്ള എല്ലാ സ്ത്രീകൾക്കും ഈ പദ്ധതിയിൽ ചേരാം. ഇനിയും ചേരാത്ത ആളുകൾ പദ്ധതിയിൽ ചേരാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി ഭരണം മെയ് മാസത്തിൽ വേറൊരു സർക്കാർ, LDF ആയാലും UDF ആയാലും പുതിയ സർക്കാരാണ് വരിക. ആര് വന്നാലും ഇത് തുടരുക തന്നെ ചെയ്യുകയാണ് ഉണ്ടാവുക. ഇത്തരം പദ്ധതികളൊന്നും നിർത്തി പോവാറില്ല. അതുകൊണ്ട് തന്നെ ഇനിയും അപേക്ഷിക്കാത്ത ആളുകൾ അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സംസ്ഥാനത്ത് അങ്ങനെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും കയ്യിൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നാളെ മുതൽ സജീവമാകും. ചില സ്ഥലങ്ങളിലെ ട്രഷറികളിൽ നിന്നും പണം ലഭിക്കാത്തത് കൊണ്ട് തന്നെ സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പണം എത്തിയിരുന്നില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരും ദിവസങ്ങളിലായിട്ട്, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ട് പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ്. 9-ന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ ലഭിക്കുന്നതുമാണ്. അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷന്റെയും സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെയും കാര്യം ഇങ്ങനെയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.